പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി വെയർ ആയിട്ടെല്ലാം ഉടുക്കാൻ പറ്റിയൊരു സാരി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു നെറ്റ് കോട്ട സാരിയാണ്. ഇതിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഒരു പർപ്പിൾ ഷെയ്ഡിലാട്ടോ വന്നിരിക്കുന്നത്. അതും അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു സാരി. അതുപോലെ സ്റ്റാർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ സ്റ്റാർ ചെയ്യാം. ഇതല്ലേ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അതുപോലെ നെറ്റ് കോട്ടയുടെ ഡിഫറെൻറ്റ് കളേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ്. അതുകൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് കാണാം. ഇതൊരു ബ്രിക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇങ്ങനെയാണ് ഇത് ഫുള്ള് വരിക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നൊരു മെറ്റീരിയൽ. സ്റ്റാർ ചെയ്യണമെന്നൊന്നുമില്ല, സ്റ്റാർ ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇതിങ്ങനെയും വരുന്നു. വെയ്റ്റ് ലെസ്സാണ്. ഇങ്ങനെയാണ് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. 839 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. എല്ലാത്തിലും ഈ വൈറ്റ് എംബ്രോയ്ഡറി വർക്കാട്ടോ വരിക. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. ബോഡി പാർട്ട് വരെ ഈ ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഹാഫായിട്ടും ഇങ്ങനെയും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. റേറ്റ് വരുന്നത് 839 ആണ്. പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഡിസൈനുകളെല്ലാം ഒരുപോലെ തന്നെ. പിന്നെ എല്ലാം പേസ്റ്റൽ ഷെയ്ഡിൽ. അതുപോലെ വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും വരുന്നു. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. ഇങ്ങനെ ഹാഫായിട്ടും വരുന്നു. ഈ മഴക്കാലത്ത് നമുക്ക് പെട്ടെന്ന് ഉടുക്കാനും അതുപോലെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും അഫോർഡബിൾ പ്രൈസിൽ 839 വന്നിരിക്കുന്ന സാരി. ഇതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഫുള്ള് വരിക. ഹാഫായിട്ട് ഇങ്ങനെയും വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ ഇതിൽ ചെറിയൊരു പൈപ്പിങ്ങും വരുന്നുണ്ട്. റേറ്റ് 839. മറ്റൊരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. എല്ലാം ഡിസൈൻ ഒന്ന് തന്നെ. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടും. പിങ്കിൻ്റെ മറ്റൊരു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഫുള്ള് ബോഡി പാർട്ട് ഇങ്ങനെയും വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് ഈ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനും. റേറ്റ് 839. പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്ന നെറ്റ് കോട്ടയാണ് സാരി. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. സ്റ്റാർച്ച് ചെയ്യണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിലും പ്രോബ്ലം ഇല്ലാത്തൊരു സാരി. ഫുള്ളായിട്ടും ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. സൈഡിലൊരു ലേസ് വർക്കും വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ ലേസ് വർക്ക് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 889 ആണ്. ബ്ലൂ ഷെയ്ഡ്. ഇത് ഇച്ചിരി നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഫുള്ളായിട്ടും ഇങ്ങനെയാണ് പല്ലു വരിക. ബോഡി പാർട്ട് ഇങ്ങനെയും വരുന്നു. വിത്ത് ബ്ലൗസ്. റേറ്റ് 889. ഇത് പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ മാറ്റമുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ. പല്ലു വരുന്നത് ഇങ്ങനെ വരുന്നു. വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു ലേസ് വർക്കും കൂടെ വരുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ. പിന്നെ ബോഡി പാർട്ടിൽ ഇങ്ങനെയാണ് വരിക. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നു പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ. വിത്ത് ബ്ലൗസ്. റേറ്റ് 889. പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. പിസ്ത ഗ്രീൻ ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ഇങ്ങനെയാണ് പല്ലു വരിക. സൈഡിൽ ലേസ് വർക്കുമായിട്ട് വന്നിരിക്കുന്നു. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ഇങ്ങനെയാണ് ഹാഫായിട്ട് ഈ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസ്. റേറ്റ് 889. യെല്ലോ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. ഈ ഡിസൈനാണ് ലോവർ പോർഷനിൽ വരിക. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. റേറ്റ് വരുന്നത് 889. പീച്ച് ഷെയ്ഡ്.
ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളറിൽ ഇതെല്ലാം വന്നിരിക്കുന്നത്. നല്ല കളേഴ്സാണ് എല്ലാം. അത് ഈ എംബ്രോയ്ഡറി വർക്കോടെ വരുമ്പോൾ ഇത് കൂടുതൽ ഭംഗിയാവുന്നു. നെറ്റ് കോട്ടയിലാണ്, വെയ്റ്റ്ലെസ് ആണ്. ബോഡി പാർട്ടിൽ ഇങ്ങനെയാണ് വരിക. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന് പറയാനൊന്നുമില്ല, ഫുള്ളായിട്ട് ആ അക്കോബ ഡിസൈൻ ഫുള്ള് വരുന്നുണ്ട്. അതാണിതിൽ. സൈഡിൽ ആ ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റേറ്റ് വരുന്നത് 1335. നല്ലൊരു പീച്ച് ഷെയ്ഡ്. ഇതിൻ്റെ എല്ലാ കളറുകളും ഉണ്ടല്ലോ, നല്ല കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഈ പീച്ച് ഷെയ്ഡൊക്കെ നമുക്ക് എത്ര കളർ കുറഞ്ഞവർക്കായാലും ഇച്ചിരിയോടെ ഒരു ബ്രൈറ്റ്നസ് തോന്നിക്കാനൊക്കെ നല്ലൊരു ഷെയ്ഡാണ്. റേറ്റ് വരുന്നത് 1335 ആണ്. നമുക്കിത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന, റഫ് യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. എത്ര നമുക്ക് ഇത് റഫ് യൂസ് ചെയ്യുന്നതിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല രസമായിട്ടുള്ളൊരു ഡിസൈനാട്ടോ ഇതിൽ ഫുള്ള് വരുന്നത്. ഇതുണ്ടോ, വലിയ വെയിറ്റൊന്നും വരുന്നില്ല. അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലെല്ലാം റഫ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഫുള്ളായിട്ടും ആ അക്കോബ ഡിസൈനാണ് ഫുള്ള് വരിക. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ലേസ് വർക്ക് വരുന്നുണ്ട്. നേവി ബ്ലൂ ഷെയ്ഡാണ്. ഞാൻ വളരെയായിട്ടാട്ടോ ഇത് ഇട്ടിരിക്കുന്നത്. കാരണം ഇതുണ്ട്, ട്രാൻസ്പെറൻ്റ് അല്ല. അതുപോലെ ഫുള്ളായിട്ടും ഈ ഡിസൈൻ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫുള്ളായിട്ടും ഇങ്ങനെ തന്നെ വരുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ ലേസ് വർക്ക് വരുന്നുണ്ട്. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ടും ഈ ഡിസൈൻ, ഈ അക്കോബ ഡിസൈൻ ഫുള്ളായിട്ടും വരുന്നു. നമുക്കിത് 1 ലെയറായിട്ടും അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ടും ഈ സാരി നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. റഫ് യൂസ് ചെയ്യാം, വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അത്രമാത്രം റഫ് യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രോബ്ലം ഇല്ലാത്ത ഒരു സാരിയാണ്. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഇങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസാണ്. റേറ്റ് വരുന്നത് 1335 ആണ്. ഇത് പാറ്റേൺ എല്ലാം സെയിം തന്നെ, ഡിസൈൻ മാത്രമേ മാറ്റുള്ളൂ. റേറ്റിലും ഡിഫറൻസ് ഉണ്ട്. 685 ആണ്. ഇങ്ങനെയാണ്. ഇതൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് വരിക. ഇതാണ് ഇതിൻ്റെ പല്ല് വരിക. ബോഡി പാർട്ട് ഇങ്ങനെയും വരുന്നു. സെൻറ്ററിൽ പിസ്ത ഗ്രീനും 2 സൈഡിൽ ബോട്ടിൽ ഗ്രീനും ഷെയ്ഡിലായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എന്നിട്ട് ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് ബോട്ടിൽ ഗ്രീൻ ആയിട്ടാണ് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1219 ആണ്. അപ്പം ഞാൻ ഈ നെറ്റ് കോട്ടയുടെ ഒത്തിരി ടൈപ്പ് കാണിച്ചു. നമുക്കൊരു അഫോർഡബിൾ പ്രൈസിലൊക്കെയാണ് അത് വന്നിരിക്കുന്നത്. നമുക്ക് ഡെയിലി വെയർ ചെയ്യാനും ഒക്കെ ആയിട്ട് എളുപ്പത്തിലുള്ള മെറ്റീരിയലുകൾ, വെയ്റ്റ്ലെസ് ആണ്, പെട്ടെന്ന് നമുക്ക് വെയർ ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയക്കുക.